50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്റെ പേര് സിജു ബാലൻ, ലോൺ കൺസൾട്ടന്റ് ആണ്. ഈ സ്ഥാപനത്തിൽ നിന്നും ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ള ലോണിന്റെ സ്ക്രീൻ റെക്കോർഡാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ എമൗണ്ടുകൾ ലഭിക്കുന്നത് കസ്റ്റമറിന്റെ എലിജിബിലിറ്റി അനുസരിച്ചാണ്. ഞാൻ പറയുന്ന എലിജിബിലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ വഴി ലോൺ എടുക്കാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വി റൈസ് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്, അല്ലെങ്കിൽ ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയുടെ പേര്. ഇതിന്റെ ഒരു പ്രത്യേകത കേരളത്തിലെ എല്ലാ പിൻകോഡുകളും സർവീസബിൾ ആണ് എന്നുള്ളതാണ്. എല്ലാ NBFC പ്ലാറ്റ്ഫോമുകളിലും കേരളത്തിലെ എല്ലാ പിൻകോഡുകളും സർവീസബിൾ അല്ല, പക്ഷേ ഈ ആപ്ലിക്കേഷന് കേരളത്തിലെ എല്ലാ പിൻകോഡുകളും സർവീസബിൾ ആണ്. 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ലോൺ ഇവർ കൊടുക്കുന്നത്. കസ്റ്റമറിന്റെ എലിജിബിലിറ്റി അനുസരിച്ചാണ് ലോൺ എമൗണ്ട് ഫിക്സ് ആവുന്നത്. 6 മാസം മുതൽ 36 മാസം വരെയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത്. 15% മുതലാണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി, സാലറി, കമ്പനി എല്ലാം ബേസ് ചെയ്തായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 21 വയസ്സ് മുതൽ പ്രായമുള്ളവർക്ക് ഈ ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഈ കമ്പനിയെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇനി ഈ ലോൺ എടുക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഈ ലോണിന് അപ്ലൈ ചെയ്യുക. മിനിമം 12,000 രൂപ അക്കൗണ്ട് വഴി സാലറി വാങ്ങുന്ന വ്യക്തികൾക്കാണ് ഈ ലോണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് PF കമ്പൾസറി ഉണ്ടായിരിക്കണം. മുന്നേ PFന്റെ ആവശ്യമില്ലായിരുന്നു, ഇപ്പൊ അവർ PF കമ്പൾസറി ആക്കിയിട്ടുണ്ട്. PF ഡിഡക്ഷനോ മറ്റു ഡിഡക്ഷനോ എല്ലാം കഴിഞ്ഞതിന് ശേഷം 12,000 രൂപ നിങ്ങൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയാൽ മാത്രമേ ലോൺ ലഭിക്കുകയുള്ളൂ. മിനിമം ജോബ് വിന്റേജ്, ഈ നിലവിലെ കമ്പനിയിൽ 1 വർഷത്തെ ജോബ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ 12 മാസത്തിലും 12,000 രൂപയിൽ കുറയാതെ സാലറി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എലിജിബിൾ ആയിരിക്കുകയുള്ളൂ. അടുത്തൊരു ക്രൈറ്റീരിയ സിബിൽ സ്കോർ. സിബിൽ സ്കോർ 700+ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ 1 വർഷത്തെ ഹിസ്റ്ററി നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ബൗൺസോ ഡിലേ പേയ്മെന്റോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ സാലറിയുടെ 50% താഴെയായിരിക്കണം നിലവിലത്തെ നിങ്ങളുടെ EMI, എങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് ലോൺ ലഭിക്കുകയുള്ളൂ. ഈ ആപ്ലിക്കേഷൻ വഴി ലോൺ എടുക്കാൻ വേണ്ട ഡോക്യുമെന്റ്സ് ആധാർ കാർഡ്, പാൻ കാർഡ്, സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവയാണ്. സാലറി ക്രെഡിറ്റ് ആവുന്ന അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ 1 വർഷത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. സാലറി സ്ലിപ്പ് ലേറ്റസ്റ്റ് മന്ത് ആയിരിക്കണം. പിന്നെ വേണ്ടത് നോമിനിയുടെ ഡീറ്റെയിൽസ് ആണ്. നോമിനി ഫാമിലി മെമ്പർ തന്നെ ആയിരിക്കണം. നോമിനിയുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോൺ നമ്പർ. ലോൺ പാസ്സാവുന്ന ടൈമിൽ നിങ്ങളുടെ ഓൺ ഹൗസ് പ്രൂഫ് എന്തെങ്കിലും കൂടി വേണ്ടി വരും. മീൻസ് കറണ്ട് ബില്ലോ ഗ്യാസ് ബില്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൂഫ് കൂടി വേണ്ടി വരും. കറണ്ട് ബില്ലിലോ ഗ്യാസ് ബില്ലിലോ വരുന്ന അഡ്രസ്സ് തന്നെയായിരിക്കണം നിങ്ങളുടെ ആധാറിലെ അഡ്രസ്സ്. ആധാർ അഡ്രസ്സും ഈ പ്രൂഫും ഓൺ ഹൗസ് പ്രൂഫും മാച്ച് ആയിരിക്കണം. അഡ്രസ് പ്രൂഫ് മാച്ച് ആയിരിക്കണം. ഇതിന് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഒന്നും വരുന്നില്ല, കോൾ വെരിഫിക്കേഷൻ മാത്രമാണ് വരുന്നത്. ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ വെരിഫൈ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് കൃത്യമായി ഫോൺ എടുത്താൽ മാത്രമേ, റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ ലോൺ ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ റിജക്റ്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി എങ്ങനെയാണ് ലോൺ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലോൺ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ ആദ്യം സെലക്ട് പ്രോഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അത് പേഴ്സണൽ ലോൺ സെലക്ട് ചെയ്യുക. രണ്ടാമത് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. പാൻ കാർഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാൻ കാർഡ് എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഫെച്ച് ആവുന്നതായിരിക്കും. ടൈപ്പ് ഓഫ് എംപ്ലോയ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ പബ്ലിക് ലിമിറ്റഡ് ആണോ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മന്ത്ലി സാലറി 12,000 രൂപയാണ് മിനിമം വരുന്നത്. അത് എത്രയാണോ നിങ്ങളുടെ സാലറി വരുന്നത് അത് വെക്കുക. പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. മോഡ് ഓഫ് സാലറി ബാങ്ക് അക്കൗണ്ട് വഴിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ലോൺ ലഭിക്കുകയുള്ളൂ. ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോൺ എമൗണ്ട് എത്രയാണോ വേണ്ടത് അതുകൂടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി ഫെച്ച് ആയിരിക്കും. നിങ്ങളുടെ പ്രിഫർഡ് ലാംഗ്വേജ് ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ടോട്ടൽ എക്സ്പീരിയൻസ്, മന്ത്ലി EMI പോകുന്നുണ്ടെങ്കിൽ കറണ്ട് മന്ത്ലി EMI എത്രയാണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സാലറിയുടെ 50% കൂടുതലാണെങ്കിൽ ലോൺ ലഭിക്കാനുള്ള ചാൻസ് കുറവാണ്. കഴിഞ്ഞ 1 വർഷത്തിൽ പെൻഡിങ് എന്തെങ്കിലും ആയിട്ടുണ്ടെന്നാണ് അത് കഴിഞ്ഞ് ചോദിക്കുന്നത്. അതിന് നോ കൊടുക്കുക. ആയിട്ടുണ്ടെങ്കിൽ ലോൺ ലഭിക്കുന്നതിനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക.
സബ്മിറ്റ് കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്കിലേക്കാണ് പോകുന്നത്. VRise കസ്റ്റമർ എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി അതിലോട്ട് പൊക്കോളും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. നമ്മൾ അവിടെ കൊടുത്ത ഏത് നമ്പറാണോ ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് OTP എടുക്കുക. അതിനുശേഷം ഈ കംപ്ലീറ്റ് യുവർ ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പാൻ കാർഡ്, ആധാർ കാർഡ്, സെൽഫി ഫോട്ടോ, ലാസ്റ്റ് മന്ത് സാലറി സ്ലിപ്പ്, 1 ഇയർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും. ഇത് കഴിഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് വെരിഫിക്കേഷൻ കോൾ ഉണ്ടായിരിക്കും. കോൾ അറ്റൻഡ് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ആൻസർ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ക്രെഡിറ്റിലോട്ട് പോകുന്നത്. അന്നേരം ലോണ് പാസ്സാവുകയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കും. ലോണ് പാസ്സായിട്ടുണ്ടെങ്കിൽ അതിന് എത്രയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്, മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും ആപ്ലിക്കേഷനിൽ അറിയാൻ പറ്റും. അത് അക്സെപ്റ്റ് ചെയ്യുക. എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നാച്ച് പ്രോസസ്സ് ആയിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് EMI ഓട്ടോ ഡെബിറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഫൈനൽ റിവ്യൂ, അത് കഴിഞ്ഞ് ഡിസ്ബേസ്മെൻ്റ് ആയിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ എൻ്റെ നമ്പർ ഉണ്ടായിരിക്കും. നിങ്ങൾ ആപ്ലിക്കേഷൻ ഞാൻ തരുന്ന ലിങ്ക് വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എൻ്റെ സഹായം നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതായിരിക്കും. ആ സ്ക്രീനിലെ നമ്പറിലോ വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഞാനത് ക്ലാരിറ്റി വരുത്തുന്നതായിരിക്കും. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ലോൺ എടുക്കാൻ നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ലോൺ റിലേറ്റഡ് ഇൻഫർമേഷൻസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ ഒന്ന് ഫോളോ ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.